എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ 3ാമത്തെ ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ആ ഒരു എക്സ്പെരിമെന്റ് എന്താണെന്നൊക്കെ നമ്മൾ പറയാണ്. പിന്നെ ജൂൾ നിയമം എന്താണെന്നുള്ളതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ ഒരു 3 ടേമുകൾ ഈ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ആദ്യത്തേത് വൈദ്യുത പ്രവാഹം എന്നാൽ എന്താണ്, അതിന്റെ യൂണിറ്റ് ആണ് ആംപിയർ അല്ലെങ്കിൽ ഐ എന്ന് പറഞ്ഞ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തേതായിട്ട് വോൾട്ടേജ്, ഇലക്ട്രോൺ മോട്ടീവ് ഫോഴ്സ് അളക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ട് എന്ന് പറയുന്നത്. നമ്മൾ വി എന്ന സിമ്പിൾ കൊണ്ടാണ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ വി കൊണ്ടാണ് നമ്മളത് സൂചിപ്പിക്കുന്നത്. പ്രതിരോധകം അല്ലെങ്കിൽ ആർ, റെസിസ്റ്റൻസ് എന്നാൽ എന്താണ്, അതായത് അത് അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് ഓം എന്ന് പറയുന്നത്. ഓമിന്റെ സിമ്പിൾ എന്താണെന്നുള്ളതോ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ആദ്യം തന്നെ എന്താണ് വൈദ്യുത പ്രവാഹം എന്നുള്ളത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തേതായിട്ട് വോൾട്ടേജും പ്രതിരോധകവും ഒക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മളെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ചില പദങ്ങളൊക്കെ ഉണ്ട് അല്ലെ. നമ്മൾക്ക് അധികം ഫിസിക്സ് അറിയാത്തവരാണെങ്കിലും എന്തൊക്കെയാണ് ഈ ഒരു വൈദ്യുത ചാർജ് എന്നോ ഇലക്ട്രോൺസ് എന്താണെന്നോ ഒന്നും അറിയാത്ത ആളുകൾ പോലും നമ്മളെ വീട്ടിലെ മുതിർന്നവരായ മുത്തശ്ശിമാർ പോലും എന്ത് പറയും, കറണ്ട് വന്നാൽ ബൾബ് കത്തുന്നുണ്ടെങ്കിൽ പറയും ആ കറണ്ട് വന്നു, അല്ലെങ്കിൽ ബൾബ് കത്തുന്നില്ലെങ്കിൽ പറയും കറണ്ട് പോയി, അല്ലെങ്കിൽ ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫാൻ ഓഫ് ആയി പോയാൽ എന്ത് ചെയ്യും, കറണ്ട് പോയെന്ന് കരുതും നമ്മൾ. അതേപോലെ ഫാൻ കറങ്ങിക്കൊണ്ടിരുന്നാൽ കറണ്ട് വന്നു. അങ്ങനത്തെ ചില നിഗമനങ്ങളൊക്കെ, ചില വാക്കുകൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് ചില മഴക്കാലത്തൊക്കെ പണ്ടൊക്കെ കേട്ടോ, കുറച്ച് മലമുകളിലൊക്കെ ഉള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ വൈദ്യുത ലൈൻ എവിടെയെങ്കിലുമൊക്കെ തട്ടിയാലൊക്കെ വോൾട്ടേജ് ഷോർട്ട് വരും. അങ്ങനെ ആകുമ്പോൾ ലൈറ്റ് ഭയങ്കര ഡിമ്മായിട്ട് കത്തും, ഭയങ്കര വെളിച്ചമില്ലാതെ കത്തുന്നത് കണ്ടിട്ടുണ്ട് അല്ലെ. അന്നിപ്പം നമ്മൾ എന്താ പറയാ, വോൾട്ടേജ് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ നല്ല ലൈറ്റിൽ പ്രകാശം, നല്ല ബൾബ് നന്നായിട്ട് കത്തുവാണെങ്കിൽ എന്ത് പറയും, നല്ല പ്രകാശം ലഭിക്കുന്നുണ്ടെങ്കിൽ, നല്ല ലൈറ്റ് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും നല്ല വോൾട്ടേജ് ഉണ്ടെന്ന്. അതേപോലെ മോട്ടറിലൊക്കെ നമ്മൾ വെള്ളമൊക്കെ അടിക്കണമെങ്കിൽ നമ്മൾ വോൾട്ടേജ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ്, ലൈറ്റ് ഇട്ട് നോക്കിയിട്ട് വോൾട്ടേജ് ഉണ്ടോ, നല്ല പ്രകാശം ലഭിക്കുന്നുണ്ടോ, ബൾബ് ഇടുമ്പോൾ നല്ല ലൈറ്റ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോട്ടർ ഓൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് കത്തിപ്പോകുന്നതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പറയാറുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളുമായിട്ട് എന്തൊക്കെ ബന്ധങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ കറണ്ട് വന്നു, കറണ്ട് പോയി, അതേപോലെ വോൾട്ടേജ് കൂടി, വോൾട്ടേജ് കുറഞ്ഞു. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിലാവുന്നത്, നമ്മൾ ജസ്റ്റ് ആ ഒരു ലൈറ്റ് കത്തുന്നതൊക്കെ നോക്കിയിട്ടാണ് നമ്മളിത് പറയുന്നത്. പക്ഷെ ഇതിന്റെ പിറകിൽ ഒരു ഫിസിക്സ് ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മള് വൈദ്യുത പ്രവാഹം, ഇതും വോൾട്ടേജ്, ഇത് തമ്മിലുള്ള ഒരു ബന്ധമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ സപ്പോസ് നിങ്ങൾ ഇവിടെ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു പാത്രത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു, ഇത്രമാത്രം വെള്ളം എടുത്തു, കുറച്ച് വെള്ളം കേട്ടോ. അപ്പൊ ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ചെറിയൊരു കല്ലിട്ടു, ഇത്രയും വലിപ്പമുള്ള ജസ്റ്റ് കുഞ്ഞു കല്ല് ഇതിലേക്ക് ഇട്ടു. അപ്പൊ കല്ലിടുമ്പോ കുറച്ച് വെള്ളം ഇങ്ങനെ തെറിക്കും അല്ലെ, പുറകേട്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് തെറിക്കാൻ തുടങ്ങും. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു സ്ലോപ്പ് പോലെയുള്ള ഒരു സ്ഥലം, ഒരു ചെരിഞ്ഞ പ്രതലം, ഇതിനോട് ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ചെരിഞ്ഞ പ്രതലമാണ് ഇത്. അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പൊ ചെറിയ കല്ലിട്ടപ്പോ ഇവിടുന്ന് ചെറിയൊരു തെറിച്ച് വെള്ളം പുറത്തേക്ക് തെറിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ അതിന് പകരമായിട്ട് നമ്മൾ വലിയൊരു കല്ലിട്ടു, വലിയൊരു പാറക്കല്ലെടുത്ത് ഇതിലേക്ക് ഈ വെള്ളത്തിലിടും. അപ്പൊ ഒത്തിരി വെള്ളം പുറത്തേക്ക് തെറിക്കുക. അപ്പൊ ഇവിടെ ഇത്രയും ഭാഗത്ത് വെള്ളം ഉണ്ടായിരുന്നത് എന്ത് ചെയ്യും, കുറച്ച് ആ ശക്തിയിൽ എന്ത് ചെയ്യും, പുറത്തേക്ക് തള്ളി വരില്ല. അപ്പൊ എന്ത് ചെയ്യും, ഇതിലേ ഇങ്ങനെ വെള്ളം ഒഴുകാൻ തുടങ്ങും, ആ ചെരിഞ്ഞ പ്രതലത്തിൽ കൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങും. മനസ്സിലായോ? അതായത് നമ്മൾ ചെറിയൊരു പാത്രം എടുത്തു, ആ പാത്രത്തിനോട് ബന്ധിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു ചെരിഞ്ഞ പ്രതലം കൂടി ഒഴുകാൻ വേണ്ടി, വെള്ളത്തിന് ഒഴുകാൻ വേണ്ടി ആദ്യം നമ്മൾ ഇത്രമാത്രം വെള്ളം എടുത്തപ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് ഒഴുകില്ല. കാരണം നമ്മളിവിടെ ഒരു
ഹൈറ്റ് ഡിഫറൻസ് വെച്ചത് കൊണ്ട് വെള്ളം ഇവിടുന്ന് അങ്ങോട്ട് ഒഴുകില്ല. ആദ്യം തന്നെ നമ്മളൊരു കുഞ്ഞു കല്ല് എടുത്തിടുമ്പോൾ എന്താണ് കുറഞ്ഞൊരു ചെറിയ രീതിയിലെ വെള്ളം തെറിക്കിടും. പക്ഷെ വലിയൊരു പാറക്കല്ല് ഇതിലേക്ക് എടുത്തിട്ടാൽ ഭയങ്കര ഫോഴ്സിൽ എന്ത് ചെയ്യും, വെള്ളം പുറത്തേക്ക് ചാടാൻ തുടങ്ങും അല്ലെ. അപ്പൊ എന്ത് ചെയ്തു, വെള്ളം ഒഴുകി. ഇതേപോലെ തന്നെയാണ് ഈ വൈദ്യുത പ്രവാഹവും വോൾട്ടേജും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. വൈദ്യുത പ്രവാഹം എന്ന് പറയുന്നത് ഈ വെള്ളത്തിന് സങ്കല്പിക്കുക നിങ്ങൾ, വെള്ളം ഒഴുകുന്നതിനാണ് വൈദ്യുത പ്രവാഹം എന്ന് പറയുന്നത്. അപ്പൊ ഈ കല്ലുകളാണ് നമ്മുടെ വോൾട്ടേജ്. ഈ കല്ല്, ചെറിയ കല്ലെന്ന് പറയുന്നത് എന്താണ്, വോൾട്ടേജ് കുറഞ്ഞത്. വലിയ കല്ലെന്ന് പറഞ്ഞാൽ എന്താണ്, വോൾട്ടേജ് കൂടുതലുള്ള. അപ്പൊ വോൾട്ടേജ് കൂടുതലുള്ളപ്പോഴാണ് എന്തുള്ളത്, നല്ല വെള്ളത്തിന്റെ ഒഴുക്ക് വന്നത്. അതായത് വോൾട്ടേജ് കൂടുതലുള്ളപ്പോഴാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കറണ്ട് ഒഴുകുന്നത്. മനസ്സിലായോ? അതേപോലെയാണ് നമ്മൾ എന്റെ വീട്ടില് വോൾട്ടേജ് കുറവാന്ന് പറയുമ്പോൾ എന്താണ്, കറണ്ടും കുറവായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ബൾബിൽ എന്ത് കിട്ടാത്തത്, ലൈറ്റ് കുറഞ്ഞു വരുന്നത്. അതായത് പ്രകാശത്തിന്റെ തീവ്രത, നമ്മൾക്ക് ലഭിക്കുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി വളരെയധികം കുറവ് തോന്നുന്നത് എപ്പോഴാണ്, വോൾട്ടേജ് കുറയുമ്പോൾ. അതായത് ഈ കുഞ്ഞു കല്ലാണ് ചെറിയ വോൾട്ടേജ് അല്ലെ. ചെറിയ വോൾട്ടേജ് ആകുമ്പോൾ എന്താണ്, കുഞ്ഞു കല്ലിടുമ്പോൾ ഇവിടെ എന്താണ് ചെറിയൊരു വെള്ളം പുറത്തേക്ക് തെറിക്കുന്നുള്ളൂ. അപ്പൊ ഒഴുകുന്നൊന്നുമില്ല, വെള്ളം ഒഴുകുന്നില്ല. പക്ഷെ വലിയൊരു കല്ല്, അതായത് വലിയ വോൾട്ടേജ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് ഒഴുകുന്നത് പോലെ വൈദ്യുതിയും എന്ത് ചെയ്യും, നല്ല ശക്തമായിട്ട് ഒഴുകാൻ തുടങ്ങും. വൈദ്യുതി കൂടുതൽ ലഭിക്കുമ്പോൾ എന്താണ്, നമ്മൾക്ക് കൂടുതൽ എന്താണ് പ്രകാശം ലഭിക്കും. മനസ്സിലായല്ലോ? അപ്പം വോൾട്ടേജ് കൂടുന്തോറും നമ്മൾക്ക് ലഭിക്കുന്ന കറണ്ടിന്റെ അളവ് കൂടുകയും അങ്ങനെ ആ ബൾബിൽ കൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ തീവ്രത കൂടുകയും നമുക്ക് ലഭിക്കുന്ന പ്രകാശത്തിന്റെ അളവ് കൂടുകയും ചെയ്യും. പക്ഷേ വൈദ്യുതി കുറയുമ്പോൾ എന്താണ്, അതിലൂടെയുള്ള കറണ്ടിന്റെ അളവ്, ഒഴുക്കിന്റെ അളവ് എന്ന് പറയുന്നത് വളരെ കുറയുകയും നമ്മൾക്ക് ലഭിക്കുന്ന കറണ്ടിന്റെ ആ ഒരു ഇന്റൻസിറ്റി ഉണ്ടല്ലോ, നമുക്ക് ലഭിക്കുന്ന പ്രകാശത്തിന്റെ തീവ്രത എന്ന് പറയുന്നത് കുറയുകയും ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആരാണ്, ഒന്ന് ഓർത്ത് നോക്കിയേ. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആരാണ്, വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുന്നത്, കറണ്ടിന്റെ ഒഴുക്ക് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ എന്താണ് സ്കൂളിലേക്കൊക്കെ പോകണമെങ്കിൽ, കുഞ്ഞായിരിക്കുമ്പോ ഒക്കെ സ്കൂളിൽ പോകണമെങ്കിൽ എന്താണ്, വീട്ടിൽ നിന്ന് അമ്മ തള്ളി വിടണം അല്ലെ. സ്കൂളിൽ പോകണം, രാവിലെ എഴുന്നേൽക്കണം, പെട്ടെന്ന് എല്ലാം റെഡിയാക്കണം, എന്താണ് നടന്ന് 8-9 മണിയാകുമ്പോഴേക്ക് സ്കൂളിൽ ഹാജരാവണം. അപ്പൊ വീട്ടിൽ നിന്ന് എന്താണ്, അമ്മയുടെ ഒരു ഫോഴ്സ്, അല്ലെങ്കിൽ അമ്മ തള്ളി വിടുക, സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ പുറകിൽ നിന്ന് എന്താണ് തള്ളിവിടുന്നത് പോലെ. അതേപോലെയാണ് കറണ്ട് എന്ന് പറയുന്നത്. നിശ്ചലാവസ്ഥയിൽ അതിനൊരു എന്താണ് സ്ട്രെങ്ത്തും ഇല്ല. പക്ഷെങ്കിൽ ഈ വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് വരുമ്പോൾ എന്താണ്, വോൾട്ടേജ് തള്ളിവിടുകയാണ്. എന്ത്, കറണ്ടിന്റെ ഒഴുക്ക് അല്ലെങ്കിൽ വൈദ്യുതിനെ പ്രവഹിപ്പിക്കാൻ സഹായിക്കുന്നത് ആരാണ്, വോൾട്ടേജ് ആണ്. വോൾട്ടേജ് ഇങ്ങനെ പുറകുന്ന് തള്ളിക്കൊടുക്കുക, അതായത് ഒരു ഫോഴ്സ് ആണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയും. അതായത് വൈദ്യുതിയുടെ ചാർജുകളുടെ പ്രവാഹത്തിനെയാണ് നമ്മൾ വൈദ്യുതിയും പറയുന്നത്. അപ്പൊ ഈ ചാർജിനെ പ്രവഹിപ്പിക്കുന്നത് ആരാണ്, ചാർജിനെ, അതായത് ചാർജിനെ ഒഴുക്കുന്നത് ആരാണ്, എന്തെങ്കിലും ഒരു ബലം അതിന്റെ പുറകിൽ വേണം അല്ലെ അതിനെ തള്ളിവിടണമെങ്കിൽ. അങ്ങനെയുള്ള ആ ബലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വോൾട്ടേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോൺ മോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോണിനെ മോട്ടീവ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ ഒരു എന്താണ് ഒഴുകാനുള്ള ഒരു ടെൻഡൻസി കൊടുക്കുന്നത് ആരാണ്, ഇലക്ട്രോൺ മോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ വോൾട്ടേജ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ കറണ്ട് കൂടുതലുണ്ടെങ്കിൽ അവിടെ ഫോഴ്സും കൂടുതലായിരിക്കും, അതായത് വോൾട്ടേജ് കൂടുതലായിരിക്കും. കറണ്ട് കുറവാണെങ്കിൽ അവിടെ എന്താണ്, വോൾട്ടേജ് കുറവായിരിക്കും. അപ്പൊ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് നമ്മളെ വീട്ടിലൊക്കെ കറണ്ട് ഉണ്ട്, കറണ്ട് ഇല്ല, അല്ലെങ്കിൽ വോൾട്ടേജ് കൂടി വോൾട്ടേജ് കുറഞ്ഞെന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം. അതായത് ഒരു വൈദ്യുതി ഒരു ചാലകത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ താപം സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മളിപ്പോ അയൺ ബോക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ പ്ലഗിൽ കുത്തുമ്പോഴേക്ക് എന്താണ്, അയൺ ബോക്സ് എങ്ങനെയാണ് ചൂടാവുന്നത്, വൈദ്യുതി എങ്ങനെയാണ് താപമായിട്ട് മാറുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പരീക്ഷണം, ഒരു കുഞ്ഞു പരീക്ഷണമാണ്, ആ പരീക്ഷണത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾക്ക് ഈ താപഫലത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ അവിടെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് 5 സെന്റിമീറ്റർ നീളമുള്ള നിക്രോം കമ്പി വേണം, 6 വോൾട്ടുള്ള ഒരു സ്റ്റോറേജ് ബാറ്ററി വേണം, അതേപോലെ കണക്ഷൻ വയറുകൾ വേണം. ഇതാണ് നമുക്കൊരു സർക്യൂട്ട് ഉണ്ടാക്കണം അല്ലെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട്. അപ്പൊ നിക്രോം കമ്പി എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞു. നിക്രോം കമ്പിയുടെ പ്രത്യേകതകളും എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ,
ഇതാണ് നമ്മുടെ സർക്യൂട്ട്. എന്തൊക്കെയാണ്? 6 വോൾട്ട് ഉള്ള ഒരു സ്റ്റോറേജ് ബാറ്ററി ഉണ്ട്. സ്റ്റോറേജ് ബാറ്ററിയിലെ ചെറിയ കാര്യം എന്താണ്? നെഗറ്റീവ്, ഇത് പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഈ ഭാഗം പോസിറ്റീവ് ആണ്, ഈ ഭാഗം എന്താണ്? നെഗറ്റീവ് ആണ്. പോസിറ്റീവ് പാർട്ടിൽ നിന്നാണ് കറണ്ട് പ്രവഹിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി പറയൂ കേട്ടോ ഒന്നും കൂടെ. അപ്പൊ 6 വോൾട്ടുള്ള സ്റ്റോറേജ് ബാറ്ററി ഇവിടെ വെച്ചു. ഇതൊരു സ്വിച്ച് ആണ്. സ്വിച്ച് ഇപ്പൊ കണക്ട് ചെയ്തിട്ടില്ല, സ്വിച്ച് കണക്ഷൻ ചെയ്യാതെ വെച്ചേക്കുവാണ്, സ്വിച്ച് വെച്ചിരിക്കുന്നു. അതേപോലെ ഇതാണ് നമ്മുടെ നിക്രോം കമ്പി അല്ലെങ്കിൽ ഒരു പ്രതിരോധകം എന്ന് പറയുന്നത്. അപ്പോ നമ്മള് സ്വിച്ച് ഇവിടെ ഓൺ ചെയ്യാണ്. സ്വിച്ച് ഓൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് തമ്മിലൊരു കണക്ഷൻ ഉണ്ടാക്കി. നമ്മൾ ഇങ്ങനെ കണക്ഷൻ ഉണ്ടാക്കി മാത്രമേ ഈ ഒരു സർക്യൂട്ട് എന്താണ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ അല്ലെ. ഇവിടെ ഒരു വിടവ് ഉണ്ടെങ്കിൽ എന്താണ് കറണ്ട് ഇതിലെങ്ങനെ പ്രവഹിക്കുമോ? ഇല്ല, ഒരു ഷോർട്ട് സംഭവിക്കും. പക്ഷേങ്കിൽ ഇവിടെ നമ്മൾ കണക്ട് ചെയ്തു, സ്വിച്ച് വെച്ചിട്ട് കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് കറണ്ട് ഇതിലൂടെ പ്രവഹിക്കാൻ തുടങ്ങും. കറണ്ട് ഇതിലെങ്ങനെ, ഈ വോൾട്ടേജ് ഇതിലെങ്ങനെ, ഇതാണ് നമ്മൾക്ക് വോൾട്ടേജ് തരുന്നത് കേട്ടോ. 6 വോൾട്ട് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് തരുന്നത് ആരാണ്? ഈ സ്റ്റോറേജ് ബാറ്ററി ആണ്. അപ്പൊ സ്റ്റോറേജ് ബാറ്ററിയിൽ ഇവിടെ കണക്ഷൻ കൊടുക്കുമ്പോൾ തന്നെ സ്റ്റോറേജ് ബാറ്ററി കാരണം എന്താണ്, അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്ത് നിന്ന് പൊട്ടൻഷ്യൽ കുറഞ്ഞ ഭാഗത്തേക്ക് എന്താണ് കറണ്ടിന്റെ ഒരു പ്രവാഹം അല്ലെങ്കിൽ ചാർജുകളുടെ ഒരു പ്രവാഹം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വോൾട്ടേജിന്റെ ഒരു പ്രവാഹത്തിൽ എന്താണ് വോൾട്ടേജിലെ പോയിട്ട് ഈ ഒരു നിക്രോം കമ്പിയിലൂടെ കടന്നു പോകും നമ്മുടെ കറണ്ട്. അങ്ങനെ കറണ്ട് കടന്നു പോകുമ്പോൾ എന്താണ് ഈ നിക്രോം കമ്പി എന്താവും? ചൂടായിട്ട് ചുട്ടുപഴുക്കാൻ തുടങ്ങും. അത് ചുട്ടുപഴുത്തിട്ട് എന്താണ് ഇതിലെങ്ങനെയാണ് കറണ്ട് പ്രവഹിക്കുന്നത്? ഇത് ഐ ആണ് കേട്ടോ. അപ്പം ഇതിലെങ്ങനെ എന്താണ് ഒരു ചാർജിന്റെ പ്രവാഹം ഉണ്ടാവും. ചാർജ് പ്രവഹിച്ച് പോകുമ്പോൾ ഈ ഒരു നിക്രോം കമ്പിയിലൂടെ പോകുമ്പോൾ എന്താണ് അവിടെ എന്താണ് ഈ ഒരു നിക്രോം കമ്പി ചുട്ടുപഴുക്കാൻ തുടങ്ങും. അങ്ങനെ ചുട്ടുപഴുക്കാൻ തുടങ്ങുന്നതാണ് അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ കൊടുത്ത കറണ്ട് എന്തായി മാറിയിരിക്കുന്നു? താപം ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു നിക്രോം കമ്പിനെ നമുക്ക് മാറ്റിയിട്ട് എന്താക്കി മാറ്റാം? ഒരു റെഡ് കളറാക്കിയിട്ട് മാറ്റാം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ ഈ കുറച്ച് ടൈം കൊടുക്കുമ്പോൾ ഈ സ്വിച്ച് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതാക്കുമ്പോൾ എന്താണ് ഇതിലേക്കൂടെയുള്ള വൈദ്യുത പ്രവാഹത്തിന്റെ ഫലമായിട്ട് ഈ ഒരു നിക്രോം കമ്പി ചുട്ടുപഴുത്ത അവസ്ഥയിലേക്ക് മാറും. അതായത് കറണ്ട് എന്തായിട്ട് മാറി? വൈദ്യുത പ്രവാഹം എന്തായിട്ട് മാറി? താപ ഊർജമായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ താപോർജ്ജം ഉണ്ടായതെന്നൊക്കെ ഉള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നിങ്ങൾ എപ്പോഴും ഈ ഒരു ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഒക്കെ എന്താണ് ഇവിടെ സ്വിച്ച് ക്ലോസ് ചെയ്യണം. ആദ്യം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഇതിലെങ്ങനെ കറണ്ട് പ്രവഹിക്കും സിമ്പിളൊക്കെ കൊടുക്കണം. ഓക്കെ, ഇത് ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിലെങ്ങനെ എന്തുണ്ടാവുള്ളൂ? കറണ്ടിന്റെ ഒരു പ്രവാഹം ഉണ്ടാവുള്ളൂ. എപ്പോഴും കറണ്ടിന്റെ പ്രവാഹത്തിന്റെ ദിശ എന്ന് പറയുന്നത് പോസിറ്റീവ് ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നെഗറ്റീവ് ഭാഗത്ത് എൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ഈ ഒരു ആരോ മാർക്കും കറക്റ്റ് ആയിട്ട് ഇടണം. മനസ്സിലായാലും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഊർജത്തിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല, ഒരു ഊർജ്ജ രൂപത്തിൽ നിന്ന് മറ്റൊരു ഊർജ്ജ രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ സാധിക്കുള്ളൂ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ഇവിടെ അപ്പോൾ എന്താണ് സംഭവിച്ചത്? വൈദ്യുതോർജ്ജത്തെ എന്തായി മാറി? വൈദ്യുതി ഒരു ഊർജ്ജമല്ലേ? അപ്പൊ വൈദ്യുതോർജ്ജം എന്തായിട്ടാണ് മാറിയിരിക്കുന്നത്? താപോർജ്ജമായിട്ട് മാറിയിരിക്കുന്നു. അപ്പൊ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റിയിരിക്കുന്നു. അതായത് വൈദ്യുതി എന്നുള്ള രൂപത്തിൽ നിന്നും എന്തായി മാറിയിരിക്കുന്നു? താപം എന്ന മറ്റൊരു എനർജി അല്ലെങ്കിൽ മറ്റൊരു ഊർജ്ജ രൂപമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു ഊർജ്ജ സംരക്ഷണ നിയമത്തിന് ഇത് ശരിവെക്കുന്ന രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് ഈ ഒരു നിക്രോം കമ്പി ചുട്ടുപഴുക്കാൻ കാരണം എന്താണ്? അതായത് വൈദ്യുതി ഇതിലൂടെ പ്രവഹിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് ചൂടായത്, താപോർജ്ജമായിട്ട് മാറിയിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മള് ഇവിടെയുള്ള വോൾട്ടേജും ഇവിടെയുള്ള കറണ്ടും ഇവിടെയുള്ള റെസിസ്റ്റൻസും ഒക്കെ നമ്മൾ അളക്കണം, അതായത് മെഷർ ചെയ്യണം. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു സർക്യൂട്ടിൽ നിന്ന് വോൾട്ടേജും അതേപോലെ കറണ്ടും അതേപോലെ എന്താണ് റെസിസ്റ്റൻസും ഒക്കെ നമ്മൾ അളക്കുന്നത്, മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ സാധാരണയായിട്ട് നിങ്ങൾക്കറിയാം, ഏതെങ്കിലും ഒരു വയറിംഗുകാരൊക്കെ വീട്ടിൽ വന്നാൽ, വയറിങ്ങിന്റെ ആൾക്കാർ ടെക്നീഷ്യൻസ് ഒക്കെ വീട്ടിൽ വന്നാൽ അവരെന്താ ചെയ്യുക? എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പ്ലഗ് പോയിന്റിലൊക്കെ കുത്തി നോക്കിയിട്ട് അവരൊരു മഞ്ഞ കളറുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുത്തി നോക്കിയിട്ട് ബീപ് ബീപ് എന്നൊക്കെ സൗണ്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ വോൾട്ടേജ് അളക്കുക അല്ലെങ്കിൽ കറണ്ട് അളക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ അതൊക്കെ എന്താണെന്നൊക്കെ ഉള്ളതാണ്. അതെങ്ങനെയാണ് നമ്മൾ അളക്കുന്നത്, ഇതിൽ നിന്ന് നമ്മൾക്ക് വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നതൊക്കെ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ?
നമ്മൾ അടുത്തതായിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വോൾട്ടേജും കറണ്ട് പരിശോധിക്കുന്നത് എങ്ങനെ, ഒരു സർക്യൂട്ടിലെ വോൾട്ടേജും കറണ്ട് എങ്ങനെയാണ് പരിശോധിക്കുന്നത് എന്നുള്ളത്. മുൻപ് നമ്മൾ വരച്ച ഒരു സർക്യൂട്ടിലെ അത് നമ്മൾ ചേഞ്ച് ചെയ്ത് വരച്ചേക്കുന്നതാണ് ഇത്. അതായത് നിക്രോം വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റെസിസ്റ്റൻസ് ആണ്. അപ്പൊ നിക്രോം വയറിന് പകരമായിട്ട് നമ്മൾ ആ ഒരു റെസിസ്റ്റൻസിന്റെ സിമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റെസിസ്റ്റൻസിന്റെ സിമ്പിൾ ആണ് ഇത്. മനസ്സിലായല്ലോ? റെസിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ ചിത്ര രൂപത്തിൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു രൂപത്തിലാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ നേരത്തെ നമ്മൾ വരച്ച അതേ സർക്യൂട്ടാണ്. പക്ഷെ ഇവിടെയുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ നമ്മളൊരു എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് 2 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. എന്തിന്റെ ഇടയിലാണ് നമ്മൾ പോയിന്റ് കൊടുത്തത്? റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നിക്രോം വയറിന്റെ ഇടയിൽ നമ്മൾ 2 പോയിന്റുകൾ എക്സ് വൈ എന്നാണ് 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഈ 2 പോയിന്റുകൾക്കിടയിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു വട്ടത്തിനുള്ളിൽ ഒരു വി എഴുതിയ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്. വോൾട്ട് മീറ്ററിന്റെ സിമ്പിൾ ആണ് എന്താണ്? സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് വി എന്ന് പറയുന്നത്. അപ്പൊ ഈ വി എന്ന് പറയുന്നത് വോൾട്ട് മീറ്റർ ആണ്. നമ്മൾ സാധാരണ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, വോൾട്ടേജ് അളക്കുന്നതിനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ഉപകരണമാണ് എന്ന് പറയുന്നത് വോൾട്ട് മീറ്റർ. ആ ഒരു ഉപകരണത്തിന്റെ പിക്ചർ ഒന്നും നമുക്ക് ഇവിടെ ഒരു സർക്യൂട്ടിൽ വരച്ചു വെക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് വി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ആ ഒരു പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. അതേപോലെ എ എന്ന് പറഞ്ഞാൽ എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ഈ ഒരു സർക്യൂട്ടിൽ നമ്മൾ കറണ്ട് വരുന്ന ഇടത്തിലാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്? എ എന്ന് പറഞ്ഞൊരു സിമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഒരു വട്ടത്തിനുള്ളിൽ എ എന്ന് പറഞ്ഞാൽ എന്താണത്? അമ്മീറ്റർ ആണ്. കറണ്ട്, ഈ ഒരു സർക്യൂട്ടിലെ കറണ്ടിന്റെ അളവ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഉപകരണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അമ്മീറ്റർ എന്ന് പറയുന്നത്. ഏതൊരു സർക്യൂട്ട് ആയിരിക്കട്ടെ, ആ സർക്യൂട്ടിലെ കറണ്ടിന്റെ ഒഴുക്കിന്റെ എത്രമാത്രം ചാർജ് പ്രയോഗിക്കുന്നുണ്ട്, എത്രമാത്രം കറണ്ട് ആണ് അതിലേക്കൂടെ ഒഴുകുന്നത് എന്നുള്ളതിന്റെ അളവ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? അമ്മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു വോൾട്ടിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു റെസിസ്റ്റൻസിന്റെ 2 അഗ്രങ്ങളിലെ 2 പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇതിന്റെ ഇടയിലുള്ള വോൾട്ടേജിന്റെ വ്യത്യാസം അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് എന്ത് പറയുന്നത്? വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു പോയിന്റ് കൊടുത്ത്, എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്നും പോയിന്റ് കൊടുത്തിട്ട് അതിന്റെ ഇടയിൽ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നില്ല? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കറണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ പ്രവഹിക്കുമ്പോൾ എന്താണ്? ഒരു പ്രതിരോധകത്തിലൂടെ, അതായത് ഒരു തടസ്സമുള്ള ഒരു പ്രതിരോധകത്തിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ കറണ്ടിന്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട് അല്ലേ? അതായത് ഇവിടെ വരെ എത്തിയ ഒരു കറണ്ടിന്റെ അളവായിരിക്കില്ല ഈ ഒരു സൈഡിൽ കിട്ടുന്ന കറണ്ടിന്റെ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇത്രത്തോളം എത്തിയ കറണ്ടിന്റെ അളവ് ഈ ഒരു റെസിസ്റ്റൻസിലൂടെ കടന്നു പോയപ്പോൾ കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വോൾട്ട് മീറ്റർ ഇവിടെ കണക്ട് ചെയ്തേക്കുന്നത്. ഇവിടെയുള്ള കറണ്ടിന്റെ അളവായിരിക്കില്ല ഏതൊരു റെസിസ്റ്റൻസിന്റെ ഉള്ളിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ എന്താണ്? അവിടെയുള്ള കറണ്ടിന്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. കറണ്ടിന്റെ അളവ് കുറയുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞത് വോൾട്ടേജിന്റെ അളവും അവിടെ കുറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതായത് കറണ്ടിനെ തള്ളിവിടുന്ന ആ ഫോഴ്സിന്റെ അളവും അവിടെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു വോൾട്ട് മീറ്റർ ഈ 2 റെസിസ്റ്റൻസിന്റെ 2 ഇടയിലും കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ? ഇവിടെയുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ ഇവിടെയുള്ള കറണ്ട് ആയിരിക്കില്ല ഇവിടെയുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ ഇവിടെയുള്ള കറണ്ട് എന്ന് പറയുന്നത്. കാരണം ഇതൊരു തടസ്സമാണ്. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കാണ്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഐയും ആറും വോൾട്ടേജ്, അതായത് വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും തമ്മിലുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു സമവാക്യമൊക്കെ നമ്മൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സർക്യൂട്ടിനെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതിയാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ എന്നോട് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമ്മൾക്ക് എന്ത് നോക്കാം? എങ്ങനെയാണ് താപോർജ്ജം നമുക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വോൾട്ടേജും കറണ്ട് പരിശോധിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ വൈദ്യുതോർജ്ജം താപോർജ്ജമായി എന്ന് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഉള്ള പ്രതിരോധകം അല്ലെങ്കിൽ നിക്രോം വയർ 6 ഓം പ്രതിരോധകമുള്ള അല്ലെങ്കിൽ 6 ഓം നിക്രോം വയറിൽ കൂടെ എന്താണ് വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുകയാണ് നമ്മൾ. ഈ ഒരു 2 പോയിന്റുകൾക്കിടയിൽ എന്താണ് വി എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇവിടെയുള്ള 6 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോൾ ഇതിലേക്കൂടെ എത്രമാത്രം കറണ്ടാണ് പ്രവഹിച്ചത്? I ആംപിയർ കറണ്ടാണ് പ്രവഹിച്ചത്. എന്തൊക്കെയാണ് പറഞ്ഞത്? 6 ഓം പ്രതിരോധമുള്ള 6 ഓം എന്താണ് പ്രതിരോധം. ഓക്കെ,
ആ 6 ഓം പ്രതിരോധമുള്ള ഒരു സർക്യൂട്ടിലൂടെ അല്ലെങ്കിൽ ഒരു നിക്രോ വയറിലൂടെ കറണ്ട് പ്രയോഗിച്ചു നിക്രോ വയറിന്റെ അഗ്രങ്ങൾക്കിടയിൽ വി പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ, വി പൊട്ടൻഷ്യൽ വ്യത്യാസം കൊടുക്കുമ്പോൾ ഇതിലൂടെ എത്രമാത്രം കറണ്ട് പ്രവഹിച്ചു എന്നാണ് പറയുന്നത്. വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് വോൾട്ടേജ് കൊടുക്കുമ്പോൾ നമ്മൾക്ക് എത്രമാത്രം കറണ്ട് പ്രവഹിച്ചു, I ആംപിയർ കറണ്ട് ആണ് പ്രവഹിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സർക്യൂട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. മനസ്സിലായല്ലോ? അപ്പൊ വേറൊരു കാര്യം പറയുവാണേ, നമ്മളിപ്പം എന്താണ് ഒരു സ്ഥലത്ത് നിന്ന് നമ്മളിപ്പം ഓടുകയാണ്. നമ്മുടെ വീടിന്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരേക്ക് നമ്മൾ ഓടി രാവിലെ എക്സസൈസ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ കയ്യിലൊരു വാച്ച് കെട്ടിയിട്ട് നമ്മൾ നോക്കുകയാണെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ എത്രമാത്രം ദൂരം ഓടുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ 10 മിനിറ്റ് കൊണ്ട് ഒരാള് ഇത്രമാത്രം ദൂരം ഓടി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാ പറയാ? അതായത് അയാളിപ്പോ ഒരു 10 മീറ്റർ ഓടി എന്ന് വിചാരിച്ചു. 10 മീറ്റർ എന്താണ് ഒരു എത്രയോ ഒരു 60 മിനിറ്റോ അല്ലെങ്കിൽ 1 അവർ, സോറി 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് 1 അവർ കൊണ്ട് ഓടി എന്ന് വിചാരിച്ചു. അപ്പം ഇതിനെന്താണ് മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മീറ്റർ പെർ അവർ എന്നാണല്ലേ പറയുന്നത്. അതായത് ഇത്രമാത്രം മണിക്കൂറിൽ ഞാൻ ഓടി തീർത്തു. അല്ലെങ്കിൽ അതിനെ ചെറുതാക്കി പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, ഇത്രമാത്രം സെന്റിമീറ്റർ ഇത്രമാത്രം എന്താണ് സെക്കൻഡിൽ ഞാൻ ഓടി തീർത്തു, അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയും അല്ലെ. ഇത്രമാത്രം മീറ്റർ ഇത്രമാത്രം സെക്കൻഡിൽ ഞാൻ ഓടി തീർത്തു. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു എന്താണ് സർക്യൂട്ട് കൂടെ നമ്മൾ കറണ്ട് പ്രവഹിപ്പിക്കുകയാണെന്ന് വിചാരിച്ചു. എത്രമാത്രം കറണ്ടാണ് ഇത്രമാത്രം ടൈമിൽ പ്രവഹിച്ചത് എന്നുള്ളത് എങ്ങനെയാ മനസ്സിലാക്കുക? I എന്ന് പറയുന്നതാണ് നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത്. ആ I കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? Q എന്ന് പറഞ്ഞ ചാർജ് എത്ര ടൈമിൽ, അതായത് എത്രമാത്രം ടൈമിൽ ഇത്രമാത്രം ചാർജ് ഒഴുകിയിട്ടുണ്ട് എന്നുള്ളതിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, വൈദ്യുത ചാർജിന്റെ പ്രവാഹത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ വൈദ്യുത ചാർജ് എത്രമാത്രം ടൈമിലാണ്, അതായത് 5 സെക്കൻഡ് ആണോ അല്ലെങ്കിൽ 5 മിനിറ്റ് ആണോ അല്ലെങ്കിൽ 1 മണിക്കൂറാണോ ഒഴുകുന്നത് എന്നുള്ളത് നോക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത്. അതായത് ചാർജുകൾ ഇത്ര സെക്കൻഡിൽ ഇത്ര ചാർജ് പ്രവഹിച്ചിട്ടുണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കറണ്ട് I എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇക്വേഷൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ അത് എന്താ കാര്യം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഈ ഒരു കാര്യം മനസ്സിലായോ? നമ്മളിപ്പോ വീട്ടിലിങ്ങനെ വീട്ടിൽ മീറ്ററൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, മീറ്റർ ബോർഡിൽ എന്താണ് ഇങ്ങനെ ഓരോരോ സെക്കൻഡ് കഴിയുമ്പോൾ എന്താണ് അതിന്റെ ഒരു വാല്യൂ ഇങ്ങനെ കൂടിക്കൂടി വരും. അതായത് നമ്മുടെ മീറ്ററിൽ കൂടെ നമ്മൾ എത്രമാത്രം കറണ്ട് ഉപയോഗിച്ചു എന്നുള്ളത് അളക്കുകയാണ് അല്ലെ. ആ ഒരു മീറ്റർ ബോർഡിന്റെ അടുത്ത് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതെന്താണ് അതിൽ കാണിക്കുന്നത്? ഒരു ചാർജിന്റെ പ്രവാഹം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്വിച്ച് ഇട്ടു, അതായത് നമ്മളിപ്പോ ഫാൻ ഇട്ടാൽ എന്താണ് അവിടെ ഒരു അളവ് ചാർജ് ഉണ്ടാവില്ലേ, അത്ര അളവ് ചാർജ് പ്രവഹിച്ചാൽ മാത്രമേ ആ ഫാന് കറങ്ങുള്ളൂ അല്ലേ. നമ്മളിപ്പോ കുറച്ച് വോൾട്ടേജ് കുറവൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഫാൻ ഇട്ടാൽ കുറഞ്ഞ സ്പീഡിൽ അത് കറങ്ങത്തുള്ളൂ. അതേപോലെ തന്നെയാണ് ഒരുപാട് കറണ്ട്, നമ്മൾ ഒരുപാട് വോൾട്ടേജ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം എന്താണ് ഫാൻ നമ്മൾ ഉദ്ദേശിച്ച സ്പീഡിൽ കറങ്ങുള്ളൂ. അപ്പൊ നമ്മൾ ഒരു സ്വിച്ച് ഇട്ടു, ആ ഒരു സ്വിച്ച് ഇട്ടപ്പോൾ ഒരു ചാർജ് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അത്തരം ഒരു ചാർജ് ഒഴുകുന്നുണ്ട്. എത്ര സമയത്തോളാണ് നമ്മളിപ്പോ ഒരു 10 മിനിറ്റ് ഒരു ഫാന് കറക്കിയാലും 1 മണിക്കൂർ ഫാന് കറക്കിയാലുള്ള കറണ്ട് ചാർജ് എന്ന് പറയുന്നത് വ്യത്യാസമാണ് അല്ലെ. അതായത് 1 മിനിറ്റില് ചാർജിന്റെ ഒഴുക്ക് എന്ന് പറയുന്നത്, അതായത് കറണ്ടിന്റെ പ്രവാഹം എന്ന് പറയുന്നത് I എന്ന് പറയുന്നത് എന്തായിരിക്കും, ചാർജുകളുടെ പ്രവാഹം ഡിവൈഡഡ് ബൈ 1 മിനിറ്റ് എന്നുള്ളതായിരിക്കും അല്ലെ. ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണ്. പക്ഷെ നേരെ മറിച്ച് ചാർജ് നമ്മൾ 1 മണിക്കൂർ നമ്മൾ കറണ്ട് പ്രവഹിപ്പിച്ചു എന്ന് വിചാരിക്കും. അപ്പൊ ആ ചാർജുകളുടെ അളവ്, അതായത് Q ഡിവൈഡഡ് ബൈ എന്താണ് വരിക, 1 മണിക്കൂറിന് വരിക. അതാണ് ഇവിടെ Q/T എന്ന് പറഞ്ഞിട്ട് കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എന്ത് കാര്യമാണെങ്കിൽ നമ്മൾ എന്താണ് ഒരു കോമൺ ആയിട്ടല്ലേ ആ കാര്യം പറയുക. അതായത് ചാർജിന് Q എന്ന് പറയും, T എന്ന് പറയുന്നത് ടൈമാണ്, അത് ഒഴുകാൻ എടുത്ത ടൈമാണ് T എന്ന് പറയുന്നത്. അപ്പൊ Q/T എന്ന് പറയുന്നതാണ് എന്ത്, വൈദ്യുതി പ്രവാഹം അല്ലെങ്കിൽ I അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി എന്ന് കരുതുകയാണ്. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. I എന്ന് പറയുന്നത് Q/T, അതായത് ചാർജുകളുടെ പ്രവാഹം, ഇത്ര സമയത്തിൽ ഇത്ര ചാർജ് പ്രവഹിച്ചു എന്നുള്ളതിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, I എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്.
എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ഷെയർ ചെയ്യാം. അതേപോലെ എന്തെങ്കിലും പഠിച്ചിട്ട് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ക്ലാസ്സിനെ കുറിച്ചുള്ള ഒപ്പീനിയൻസ് ഒക്കെ പറയാം. ഞാൻ ഇത്രയും ഒരുപാട് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഈ ഒരു ക്ലാസ് കാണുന്ന ഏതൊരു കുട്ടിക്കും ഇത് മനസ്സിലാവണം എന്നുള്ളത്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഇത് വളരെ ലാഗ് ചെയ്തിട്ട് ക്ലാസ് എടുക്കുന്നത് തോന്നാം. പക്ഷേ എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒട്ടും മനസ്സിലാവാത്ത കുട്ടികൾക്ക് നന്നായിട്ട് മനസ്സിലാവണം എന്നുള്ളതാണ്. അപ്പം എല്ലാവർക്കും ഈ ക്ലാസ് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് നമ്മൾ എടുത്ത ക്ലാസ്സിന്റെ സമ്മറി എന്ന് പറഞ്ഞത് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിൽ ഒന്ന് ഓർത്ത് നോക്കുക. ഏതൊരു ക്ലാസ് ആണെങ്കിലും നമ്മൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നുള്ളത് നമ്മളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് വൈദ്യുത പ്രവാഹം എന്നാൽ എന്താണ്, വോൾട്ടേജ് എന്നാൽ എന്താണ്, റെസിസ്റ്റൻസ് എന്നാൽ എന്താണ്, ഈ ഒരു കാര്യങ്ങളൊക്കെ അളക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ്, അതിൻ്റെയൊക്കെ യൂണിറ്റ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചു. അതിനുശേഷം ഒരു സർക്യൂട്ട് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞൊരു സർക്യൂട്ടായിരുന്നു വൈദ്യുതിയുടെ താപഫലം എങ്ങനെയാണ് വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് ഊർജ്ജമാറ്റം സംഭവിക്കുന്നത് എന്നുള്ളത്. അതൊരു സർക്യൂട്ട് വഴി നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്. നിക്രോം കമ്പി ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. നിക്രോം കമ്പിയും 6 വോൾട്ട് ഉള്ള സ്റ്റോറേജ് ബാറ്ററിയും അതേപോലെ തന്നെ കുറച്ച് കണക്ഷൻ വയറും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പരീക്ഷണം ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോൾ ആ നിക്രോം വയർ എന്ത് ചെയ്യുന്നുണ്ട്, ചുട്ടുപഴുക്കുന്നുണ്ട്. അങ്ങനെ ആ നിക്രോം വയറിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു റെസിസ്റ്റൻസിന്റെ 2 അഗ്രങ്ങൾക്കിടയിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിയും അതേപോലെ ഈ ഒരു സർക്യൂട്ടിൽ കൂടെ ഒഴുകുന്ന കറണ്ടിന്റെ അളവ് കറണ്ടിന്റെ അളവ് ഐയും നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ആ മെഷർ ചെയ്യുന്നത്. ആ മീറ്ററും വോൾട്ട് മീറ്ററും എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പൊ ഈ ഒരു സർക്യൂട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇക്വേഷൻസ് ഒക്കെ ഡീൽ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ജൂൾ നിയമവും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ ഓരോ ടേമും എന്താണെന്ന് മനസ്സിലാക്കിപ്പിച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. അതിപ്പോ ഒരുപാട് പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ വളരെ സ്ലോ ആയിട്ട് തോന്നിയേക്കാം. പക്ഷെ ഈ ഒരു ക്ലാസ് കാണുന്ന കുട്ടിക്ക്, ഫിസിക്സിനോട് ഒരുപാട് പേടിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത്രയും സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അപ്പൊ ഫിസിക്സ് ടഫ് ആണുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ ഒരുപാട് കാര്യങ്ങൾ, ടേംസ്, ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. അതേപോലെ IV, R എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സിമ്പിൾ പഠിക്കാനുണ്ട്, യൂണിറ്റുകൾ പഠിക്കാനുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു കഥ വായിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മലയാളത്തിൽ ഒരു കഥ വായിക്കുന്നത് പോലെ നിങ്ങൾക്ക് വായിച്ചു പോകണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തെങ്കിലും തരത്തിൽ ക്ലാസ്സിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം. എന്ത് കമന്റ് ആണെങ്കിലും ഞാനത് പോസിറ്റീവായിട്ട് എടുക്കുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ചെറിയൊരു ബെല്ലൈക്കൺ കാണാം. ആ ഒരു ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് മുതൽ ഒരു ടൈം ടേബിൾ ഫിക്സ് ചെയ്യാണ്. ഡെയിലി ഞാൻ ഒരു 6 o'clock അല്ലെങ്കിൽ 6:30 ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കുന്ന രീതിയിൽ ഏർലി മോർണിംഗ് തന്നെ ഡെയിലി ഞാൻ മാക്സിമം ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പലരും ഹിന്ദി ക്ലാസ്സിനെ പറ്റി, ബയോളജി എടുക്കുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ജോഗ്രഫി ഒക്കെ എടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് ഫിസിക്സിലാണ്. ഈ ഫിസിക്സ് ക്ലാസ്സുകൾക്കിടയിൽ ടൈം കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ടും മറ്റ് സബ്ജക്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. അപ്പൊ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നിങ്ങൾ മൈൻഡ് റിലാക്സ് ചെയ്തിട്ട് വേണം പഠിക്കാതിരിക്കാൻ. വീട്ടിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും അറിയാം. ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ കളിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് മിസ്സാവുന്നുണ്ട് എന്നും അറിയാം. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് ഈ ഒരു പഠന രീതി മാത്രമേ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ സേഫ്റ്റിനെ കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു വീട്ടിൽ ഇരുന്ന് പഠിത്തം എന്നുള്ളതാക്കിയത്. ആദ്യത്തെ ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിരിക്കും. സ്കൂളിൽ പോകണ്ടില്ല, നേരത്തെ എഴുന്നേൽക്കണ്ടല്ലോ എന്നെല്ലാം കരുതും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങളുടെ സ്കോർ SSLC എക്സാമിന് നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ സ്കൂളിൽ പഠിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്യണം. അല്ലാത്ത ടൈം നിങ്ങൾക്ക്
ഫ്രീ ടൈം ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. മോർണിംഗ് 9 to ഈവനിങ് 6 o'clock 4 o'clock വരെ നിങ്ങൾ 4 മണി വരെ നിങ്ങൾ സ്കൂൾ ടൈമാണ്. 9 മണി മുതൽ 4 മണി വരെയുള്ള ടൈം സ്കൂൾ ടൈം പോലെ തന്നെ നിങ്ങൾ ഒരു ടൈം ടേബിൾ ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക തന്നെ വേണം. അതിനുശേഷം എന്താണ്, വീട്ടിൽ വന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാണോ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങളുടെ പാരൻസ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ എല്ലാ മക്കളും എന്താണ് വളരെ സേഫ് ആയിട്ടിരിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. താങ്ക്സ്.